മതസ്ഥാപനങ്ങളാകുന്ന പള്ളികൾ നടത്താൻ, മദ്രസകൾ നടത്താൻ, ജാമിഅത്തുകൾ നടത്താൻ, ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധമായ വഖഫ് ഭൂമികൾ വഖഫ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ മുസ്ലിം സമുദായത്തിനുള്ള സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾ പറയൂ, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുദ്രാവാക്യം മുടക്കേണ്ടവരല്ലേ? 1973 ഒരു പ്രധാനപ്പെട്ട കേസ് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ കടന്നു വന്നു. ആ കേസിന് സോമനാനന്ദ ഭാരതി എന്ന് പറയുന്ന ആ സ്വാമിജിയായ സഹോദരന്റെ കേസിന് പരിഹാരം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ആ വിഷയത്തിന്റെ വിധി തീർപ്പ് നിർണയിച്ചപ്പോ ലോകത്തോട് പറഞ്ഞ്, ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞ്, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനോട് പറഞ്ഞ്, ഫെഡറൽ സംവിധാനത്തോട് പറഞ്ഞ്, നിയമത്തോട് പറഞ്ഞ്, നരേന്ദ്രമോദിജിയോട് പറഞ്ഞ്, അമിത്ഷാ സാഹിബിനോട് പറഞ്ഞ്, രാജ്യത്തിന്റെ നേതാക്കളോട്, രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രമേയമുണ്ട്. നിങ്ങൾക്ക് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വകവെച്ച് നൽകുന്ന 368 വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് ഭരണഘടനകൾ പരിഷ്കരിക്കാം, ഭേദഗതികൾ കൊണ്ടുവരാം. പക്ഷേ ആ ഭേദഗതികൾ കൊണ്ടുവരുമ്പോ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തച്ചു തകർക്കാൻ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല. നിങ്ങൾക്ക് ഭരണഘടനയുടെ ഭേദഗതികൾ കൊണ്ടുവരാം, അമെന്റ്മെന്റുകൾ കൊണ്ടുവരാം. ആ അമെന്റ്മെന്റുകൾ കൊണ്ടുവരുമ്പോ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന സ്ട്രക്ചറുകളുണ്ടല്ലോ, ബേസിക് സ്ട്രക്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് തകർക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. എന്താണ് ആ ബേസിക് സ്ട്രക്ചർ? ഒന്ന്, ഭരണഘടനയാണ് പ്രധാനം, പാർലമെന്റ് അല്ല. ജുഡീഷ്യറി പ്രധാനമാണ്, മാത്രമല്ല സെക്യുലറിസം, ഈ രാജ്യത്തിന്റെ മതേതരത്വം പ്രധാനമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, രാജ്യത്തിന്റെ ഭരണഘടനയുടെ 3ാമത്തെ പാർട്ടിൽ വിവരിക്കുന്ന 12 മുതൽ 35 വരെ വരുന്ന വകുപ്പുകളിൽ വിശദീകരിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, മൗലിക അവകാശങ്ങളുണ്ടല്ലോ, അത് പരമപ്രധാനമാണ്. അതിനെ ലംഘിക്കുവാൻ ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് പാടില്ല. ഇവിടെ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ, ആ നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഒരാൾക്ക് സ്വന്തം സ്വത്ത് വഖഫ് ചെയ്യാൻ പാടില്ല. ഹൈന്ദവന് വഖഫ് ചെയ്യാൻ പാടില്ലത്രേ. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ക്രൈസ്തവന് വഖഫ് ചെയ്യാൻ പാടില്ലത്രേ. അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവൻ അനുവാദമില്ല എന്ന് പറയുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനമല്ലേ? ഒരാൾ മുസ്ലിമായി തീർന്നാൽ അവൻ 5 വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന പ്രാക്ടീസിംഗ് മുസ്ലിമാണെന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് അയാളുടെ സ്വത്തുവകകൾ വഖഫ് മുതലുകളായി നിർണയിക്കുവാൻ പറ്റുമത്രേ. യുസേജ് കൊണ്ട്, ഉപയോഗത്തെ കൊണ്ട് നൂറ്റാണ്ട് കാലത്തോളം വഖഫ് മുതലുകളായി നിലനിന്ന വഖഫ് മുതലുകൾ അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായ പ്രമാണങ്ങളില്ല എന്നതിന്റെ പേരിൽ കയ്യേറ്റത്തിനുള്ള സാധ്യതകളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അതിനെ തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? ഫാർമേഴ്സ് ആക്ട് വന്നപ്പോഴും വഖഫിന്റെ ആക്ട് വന്നപ്പോഴും മനോഹരമായ പദങ്ങളാണ്. മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആക്ട്, പ്രൈസ് അഷുറൻസ് ആക്ട് എന്നൊക്കെയാണല്ലോ ഫാർമേഴ്സ് ആക്ടിന്റെ പേരിൽ പറയപ്പെട്ടത്. വഖഫ് ആക്ട് കൊണ്ടുവന്നപ്പോഴും മാനേജ്മെന്റ് എന്ന പദം, എഫിഷ്യൻസി എന്ന പദം, നല്ല മനോഹരമായ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റവാക്കായി പറയുന്നു, ഐക്യകണ്ഠേന പറയുന്നു, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കൻ, ജനങ്ങൾ പരമാധികാരികളായ ഒരു രാജ്യമാണ്. ഈ രാജ്യം ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. പാർലമെന്റ് അകത്ത് ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ടും മതപരമായി പ്രകോപിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നേടിയെടുത്ത ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിങ്ങൾ തകർത്ത് കളയുവാൻ പാടില്ല. രാജ്യത്ത് പ്രവർത്തിക്കുന്ന അനവധി ജംഇയ്യത്തുൽ ഉലമകളുണ്ട്, പേഴ്സണൽ ലോ പോലടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ജംഇയ്യത്തോ ഒരു ഇസ്ലാമിക മുസ്ലിം സംഘടനകളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ നിങ്ങളുടെ വഖഫ് ഭേദഗതി ആക്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വഖഫ് ഭേദഗതി ആക്ടിനെ ഞങ്ങൾ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വഖഫ് സംരക്ഷണത്തിന്റെയും ഭരണഘടനാ സംരക്ഷണത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂരുപോകാത്ത പണ്ഡിതന്മാരുടെ കരുത്തിന് ശോഷണം സംഭവിക്കാത്ത, ഉമറാക്കളുടെ, സാധാരണ പ്രവർത്തകരുടെ കരുത്തിന് ശോഷണം പറ്റാത്ത ഒരു ഉമ്മത്ത് ജനാധിപത്യപരമായ മാർഗത്തിൽ ഭരണഘടനാബദ്ധമായി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ആശയാദർശത്തിലധിഷ്ഠിതമായി മതസ്വാതന്ത്ര്യത്തോടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾക്ക് വളരെ വിനീതമായി ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകൻ ലാലി ഉസ്താദ് പറഞ്ഞു വെച്ചതുപോലെ ഇതാരെയും സോഷ്യൽ മീഡിയയിൽ
പല നിലക്കെഴുതിയവരുണ്ട്. അതൊക്കെ അവരുടെ സങ്കല്പനകളാണ്, അവരുടെ സ്വയംകൃതമായ രചനകളാണ്. ഈ സദസ്സിന് ഒരു എതിർ അജണ്ടകളും ഒരു ആന്റി അജണ്ടകളും ഈ ബഹുമാനപ്പെട്ട സദസ്സിലില്ല. ഭരണഘടനാ സംരക്ഷണം, വഖഫ് സംരക്ഷണം എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സദസ്സിന് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഭാഗധേയവും പ്രതിനിധീകരണവും എന്റെ ബഹുമാനപ്പെട്ട നേതാക്കളാകുന്ന ധാരാളം ഉസ്താദുമാർ, ജംഇയ്യത്തുൽ ഉലമയുടെ നൂറുകണക്കിന് മഹല്ലുകളിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും രാവിലെ മുതൽ പുറപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ ഉലമയുടെ മേഖലകളുടെ, മണ്ഡലങ്ങളുടെ, മഹല്ലുകളുടെ ഭാരവാഹികളും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും പ്രവർത്തകന്മാരുമാകുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ സദസ്സിനുള്ള എല്ലാ ഭാഗധേയവും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ചെറിയ വാക്കുകൾക്ക് അല്ല വലിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും.